നമുക്ക് ആദ്യം അറിയേണ്ടത് ധരാലിയിലെ മിന്നൽ പ്രളയത്തിന് പിന്നാലെ ഗംഗോത്രിയിൽ കുടുങ്ങിയ മലയാളികളുടെ വിവരമാണ്. അവരെല്ലാവരും സുരക്ഷിതരാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിനോദസഞ്ചാരത്തിനായി എത്തിയ 28 മലയാളികളാണ് ഉത്തരാഖണ്ഡിൽ കുടുങ്ങിപ്പോയത്. ഇവരെ സൈനിക ക്യാമ്പിലേക്ക് മാറ്റി എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അലി അക്ബർ ഷായുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, ഗുഡ് ഈവനിങ്. നമ്മൾ ഭയന്നിരുന്നത് പോലെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? സൈനിക ക്യാമ്പിലേക്ക് അവർ മാറ്റി. എന്തായാലും നമുക്ക് ലഭിച്ച ആദ്യത്തെ പ്രതികരണം റിപ്പോർട്ടർ TV ആണ് പ്രേക്ഷകരെ അറിയിച്ചത്. അവരെല്ലാവരും സുരക്ഷിതരാണ് എന്നാണ് ഉത്തരാഖണ്ഡിലെ മലയാളി സമാജം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അവരുമായി നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ ആ ഘട്ടത്തിൽ സാധിച്ചിരുന്നില്ല. നമുക്ക് അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമായിട്ടുണ്ടോ അലി അക്ബർ ഷാ? ഗുഡ് ഈവനിംഗ് ഡോക്ടർ അരുൺ. ഉത്തരാഖണ്ഡിൽ അപകടത്തിൽ കുടുങ്ങിയ 28 മലയാളികളുടെ വിവരവുമായി സംബന്ധിച്ച് വലിയ ആശങ്ക വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. പിന്നീട് വൈകിട്ടോടു കൂടിയാണ് ഇവരെല്ലാവരും സുരക്ഷിതരാണ് എന്ന വിവരം പുറത്തു വരുന്നത്. ഈ അപകടമുണ്ടായ മേഖലയുടെ 4 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ഈ മലയാളികൾ സഞ്ചരിച്ചിരുന്ന ബസ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഇവർ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം കൃത്യമായി സൈന്യത്തിന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതും വലിയ ആശ്വാസമായിരുന്നു. അതിനുശേഷമാണ് മലയാളി സമാജം പ്രസിഡന്റ് ഈ വാഹനത്തിന്റെ ഡ്രൈവറുമായി ബന്ധപ്പെടുന്നത്. ഇന്നലെ രാവിലെ 8:30-ക്ക് ശേഷം ഈ സംഘവുമായി കുടുംബത്തിന് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെല്ലാം വലിയ ആശങ്കയിലായിരുന്നു. പിന്നീട് ഈ ഡ്രൈവറുമായി ബന്ധപ്പെട്ട ശേഷമാണ് എല്ലാവരും സുരക്ഷിതരാണ്. ടവറുകൾ എല്ലാം തകർന്നു പോയതുകൊണ്ടും ഫോണിന്റെ ചാർജ് തീർന്നുകൊണ്ടുമാണ് ഇതിൽ സംഘത്തിലെ ആരുമായും ബന്ധപ്പെടാൻ സാധിക്കാതിരുന്നത്. ആർക്കും മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന വിവരവും പുറത്തു വന്നു. വലിയ ആശ്വാസമായിരുന്നു ഈ വിവരം പുറത്തു വന്നതോടുകൂടി. പക്ഷേ ഇനി ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ അപകടമുണ്ടായ സ്ഥലം, ഈ ബസ് നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് സമീപങ്ങളിലെല്ലാം അപകടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ക്ലിയർ ചെയ്യാതെ ഈ ബസ് ഇവിടെ നിന്നും നീക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു 2-3 ദിവസം എടുക്കുന്ന പ്രൊസീജിയർ ആയിരിക്കും ഇവിടെ ക്ലിയർ ചെയ്ത് റോഡ് മാർഗം രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും കാലതാമസം എടുക്കുന്നുണ്ട്, സമയതാമസം എടുക്കുന്നതുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടി പരിഗണിക്കുന്നുണ്ട്. ആ നിലയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് നമുക്ക് സേനകളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. എന്തായാലും ഡിഫൻസ് കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഡിഫൻസ് PRO അതുൽ പിള്ള ഉൾപ്പെടെ ഈ കുടുംബങ്ങളുമായി പങ്കുവെക്കുന്നുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നും 2 പേരാണ് ഈ സംഘത്തിലുള്ളത്. ഒന്ന് നാരായണൻ നായരും അതുപോലെ തന്നെ ശ്രീദേവി പിള്ളയും ഭർത്താവും ഭാര്യയുമാണ്. ഇവർ 2 പേരുമാണ് ഈ സംഘത്തിൽ. കൊച്ചിയിൽ നിന്നുള്ള ആളുകൾ 8 കേരളത്തിൽ നിന്നുള്ള മലയാളികളും 20 മുംബൈ മലയാളികളുമാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തിലെ നീക്കം എന്ന് പറയുന്നത് ഇവരെ റെസ്ക്യൂ ചെയ്ത് അവിടെ നിന്നും നാടുകളിലേക്ക് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരിക്കും. അത് എയർലിഫ്റ്റ് ചെയ്യുകയാണോ? 28 പേരാണ്. അവർ 28 പേരും മലയാളികളാണ്. 8 പേർ കൊച്ചിയിൽ നിന്ന് തന്നെയുള്ളവരാണ്. ബാക്കി 20 പേർ പലയിടങ്ങളിലായിട്ട് സെറ്റിൽഡ് ആയിരിക്കുന്ന മലയാളികൾ തന്നെയാണ്. അവരൊരുമിച്ചാണ് യാത്രയ്ക്ക് പോയത്. ധരാലിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ ഗംഗോത്രിക്കിടയിൽ ഒരു ഭാഗത്താണ് അവരുടെ ബസ് കുടുങ്ങിക്കിടക്കുന്നത്. എന്തായാലും അവരെ സൈനിക ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരിപ്പോൾ സുരക്ഷിതരാണ് എന്നറിയുന്നതിൽ വലിയ ആശ്വാസം. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ മാത്രമേ ആ റോഡ് പൂർണ്ണമായിട്ടും പുനർനിർമ്മിച്ച് തിരിച്ചവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകേണ്ടതുള്ള ദൃശ്യങ്ങൾ എന്തായാലും കണ്ടു. എന്തായാലും ആശ്വാസകരമായ വാർത്ത. പക്ഷേ ആശ്വസിക്കാൻ പറ്റാത്ത വാർത്ത, ഇപ്പോഴും എത്ര പേർ മണ്ണിനടിയിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് ഒരു നിശ്ചയവുമില്ല എന്നുള്ളതാണ്. പുറം ലോകവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് പോലും അവിടെ സാധ്യതയില്ല. എല്ലാ ടവറുകളും വീണുപോയി, എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായി, 70ഓളം വീടുകളും ബഹുനില കെട്ടിടങ്ങളും തകർന്നടിഞ്ഞുപോയി. 100-ലധികം പേരെ കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം. കൂടുതൽ വിവരങ്ങൾക്കായി പ്രേക്ഷകർ റിപ്പോർട്ടർ TVയിൽ തുടരുക. ഞങ്ങളുടെ പ്രതിനിധി PR സുനിലും നന്ദു പേരാമ്പ്രയും ധരാലിയിലേക്കുള്ള യാത്രാമധ്യയാണ്.